പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മുടെ മധ്യത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കായും, ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങൾക്കായും, ദൈവത്തിന്റെ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതയാമത്തെ നമുക്ക് മനോഹരമാക്കാം. ദൈവം തന്ന ഈ നല്ല പ്രഭാതം അനുഗ്രഹകരമായ ഒരു പ്രഭാതമാക്കി തീർക്കുവാൻ നമ്മുടെ സ്വാഭാവികമായ കഴിവുകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്ര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തെ ആസ്പദമാക്കി മിഷനറി ജീവിതത്തിലെ പ്രേരണകൾ എന്ന വിഷയം ഈ പ്രഭാതയാമത്തിൽ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. മിഷനറി എന്ന നിലയിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തെ അടക്കി ഭരിച്ചിരുന്ന മനോബോധവും തന്റെ അഭിലാഷങ്ങളും സുവിശേഷ പ്രവർത്തനത്തിൽ പ്രേരകമായി തീർന്നിട്ടുള്ള സംഗതികളും അപ്പോസ്തലന് ഹൃദയം തുറന്ന് ഈ അധ്യായത്തിൽ കാണിച്ചു തരുന്നു. ഒന്നാമതായി, ജീവിതത്തിൽ ഏകാഗ്രതയുണ്ടായിരിക്കണം. ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നുവെന്ന് 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുമ്പോൾ ഇത് പൗലോസിന്റെ ജീവിതത്തിന്റെ ഏകാഗ്രത സ്പഷ്ടമാക്കുന്നു, വെളിവാക്കുന്നു. ഈ ഏകാഗ്രത സാധിച്ചത് ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധവും ശിക്ഷണത്തെക്കുറിച്ചുള്ള നിഷ്ഠയും മൂലമായിരുന്നു. നിശ്ചയമില്ലാത്തവണ്ണമല്ല പൗലോസ് ഓടിയത്. കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് തന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കിയിരുന്നു എന്ന് 27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതെ ഇരിപ്പാൻ ബദ്ധശ്രദ്ധനായിരുന്നു അപ്പോസ്തലൻ. മുമ്പേ ദൈവരാജ്യവും അതിന്റെ നീതിയുമായിരുന്നു പൗലോസിന്റെ മുദ്രാവാക്യവും ലക്ഷ്യവും. രണ്ടാമതായി, ത്യാഗപരമായ സേവനമാണ് ദൈവം തന്നിൽ നിന്ന് പ്രതീക്ഷിച്ചതെന്ന് പൗലോസിന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടത്രേ തനിക്ക് അവകാശപ്പെടാമായിരുന്ന പദവികളും പരിഗണനയും ഉപേക്ഷിച്ച് സ്വന്തം ചെലവിൽ യുദ്ധസേവ ചെയ്യുന്നതിന് അവൻ തയ്യാറായത്. മൂന്നാമതായി, സുവിശേഷം അറിയിക്കുന്നത് ഒരു പദവിയും കടമയും ആയി പൗലോസ് കണ്ടിരുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിർബന്ധം തന്റെ ഹൃദയത്തെ മർദ്ദിച്ചുകൊണ്ടിരുന്നു. ആ സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്ത, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് വിളിച്ചു പറയുവാൻ തന്നെ പ്രേരിപ്പിച്ചു. ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ, അതാണ് ഒരുവനെ മിഷനറിയാക്കുന്ന പ്രധാന ഘടകം. സ്പെയിനിലെ സുപ്രസിദ്ധ മിഷനറിയായ റെയ്മൻ ലർ എന്ന ഭക്തനെ കുറിച്ച് ഒരു കഥയുണ്ട്. ജീവിതത്തിലെ ഒരു നല്ല ഭാഗം ലോകോല്ലാസങ്ങളിൽ കഴിച്ചുകൂട്ടിയ ഇദ്ദേഹത്തിന് ഒരിക്കൽ ഒരു ദർശനമുണ്ടായി. ക്രിസ്തു ഒരു ക്രൂശും വഹിച്ച് അദ്ദേഹത്തെ സമീപിച്ചു പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടി വഹിക്കുക. 2 പ്രാവശ്യം ലവ് ആ ശബ്ദത്തിന് അനുസരണഭാവം കാട്ടിയില്ല. എന്നാൽ 3-ാം പ്രാവശ്യം നമ്മുടെ കർത്താവ് താൻ വഹിച്ചിരുന്ന ക്രൂശ് ലള്ളിന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ അത് സ്വീകരിച്ചു. ആഫ്രിക്കയിലെ മുസ്ലിങ്ങളോട് സുവിശേഷം അറിയിച്ച് 84-ാം വയസ്സിൽ രക്തസാക്ഷി മരണം വരിച്ച ലള്ളിനെ മിഷനറിയാക്കിയത് ക്രിസ്തുവിനോടുള്ള സ്നേഹവും നന്ദിയുമായിരുന്നു. 4-മതായി, ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. 9-ാം അധ്യായം 22-ാം വാക്യം. ഇത് അപ്പോസ്തലന്റെ സുവിശേഷ പ്രവർത്തന രീതിയെ ചൂണ്ടിക്കാണിക്കുന്നു. സുവിശേഷത്തിനു വേണ്ടി നാം ആരെ നേടാൻ ഉദ്ദേശിക്കുന്നുവോ അവരോട് ചേർന്ന് നിന്ന് സഹതാപത്തോടും പ്രാർത്ഥനയോടും കൂടെ സുവിശേഷം അവരെ അറിയിക്കേണ്ടതാണ്. പൗലോസ് അപ്പോസ്തലന്റെ പ്രവർത്തന രീതി അനുകരിച്ചവരുടെ കൂട്ടത്തിൽ രക്ഷാസൈന്യ നേതാവായിരുന്ന ബ്രോംവെൽ ബൂത്തിന്റെയും റോമൻ കത്തോലിക്ക മിഷനറിയായ റോബർട്ട് ഡിനോവിലിയുടെയും തിരുപ്പത്തൂർ ആശ്രമ സ്ഥാപകരിൽ ഒരുവനായ ഡോക്ടർ E.F. പെയ്റ്റന്റെയും പേരുകൾ സ്മരണാർഹമത്രേ. അങ്ങനെ അനേക വിശ്വസ്ത സഹോദരങ്ങളുടെ പ്രവർത്തനം തന്റെ ജീവിതത്തിലെ പ്രേരണയായി സംഭവിച്ചു. അനുഗ്രഹകരമായി തീർക്കുവാൻ അത് സഹായമായി എന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മിഷനറി യാത്രയിലും നമ്മുടെ പ്രേക്ഷിത വേലകളിലും ദൈവത്തിന്റെ സ്നേഹത്താൽ പ്രേരിതനായി ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സ്നേഹത്താൽ പ്രേരിതനായി അങ്ങേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ സമർപ്പിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ ആ സമർപ്പണം ദൈവത്തിന് പ്രസാദകരമായ ധൂപമായി തീരട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഒരു നല്ല പ്രഭാതം കണ്ട് അങ്ങയെ സ്തുതിക്കുവാനും തിരുനാമത്തെ ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും തന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു, ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നു,
ഇത്രത്തോളം നിങ്ങളെ അനുഗ്രഹിച്ചു. എല്ലാ നന്മകൾക്കും നല്ല ദാനങ്ങൾക്കുമായി നന്ദി പറയുന്നു. പിതാവേ, ഈ പ്രഭാതത്തിൽ കേൾപ്പിച്ച എല്ലാ ആലോചനകളുടെയും മുൻപാകെ അടിയങ്ങളെ സമർപ്പിക്കുന്നു. അവിടെ നിങ്ങളുടെ സമർപ്പണം സ്വീകരിക്കണമേ. അവിടുത്തെ നാമത്തെ സകലത്തിലും മഹത്വപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.